ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവ തോരനാണ്. ഇതൊരു 4 സ്പൂൺ ഉലുവ ഉണ്ടായിരുന്നു. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴുകി വാരി തോർത്തുമുണ്ടിനകത്ത് കിഴി കെട്ടി 2 ദിവസം വെച്ച് 3-ാമത്തെ ദിവസം എടുത്തതാണ് ഇതുപോലെ മുളച്ചിരിക്കുന്നത്. ഒരു കോട്ടൻ്റെ തുണിക്കകത്ത് കെട്ടി വെച്ചാലും മതി ഇതുപോലെ മുളച്ച് വരാൻ. ഇതൊന്ന് കഴുകി ഇതിൻ്റെ വെള്ളം പോകാനായിട്ടൊന്ന് വയ്ക്കാം. അതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം കരിയാപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു സബോള കുരുകുരാന്ന് അരിഞ്ഞത്, ഒരല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, വറ്റൽമുളക്, ശേഷം കരിയാപ്പില. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. സബോള അരിഞ്ഞത്, ശേഷം ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച 1 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. നമുക്ക് മൂടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിനങ്ങനെ ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ്. പൊടി കയ്പ്പ് പോലെ ഉണ്ട്. അത് ഇച്ചിരി അധികം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി, അപ്പം കയ്പ്പുണ്ടാവില്ല. ഇനി ഇതൊന്ന് ഇളക്കി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉലുവ തോരൻ റെഡിയായി. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചുമോള് ഉലുവ തോരൻ തിന്നണമെന്ന് കാണിച്ചു തരാമെന്ന്. Super Danny.